ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ഫസ്റ്റ് റണ്ണറപ്പായിരുന്ന അനീഷ് തറയിൽ ഇപ്പോൾ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു. അത്തരത്തിലുള്ള പ്രൊഫൈലുകളെ കണ്ടുപിടിച്ച് നിയമവഴികളിലൂടെ സഞ്ചരിക്കുകയാണ് എന്ന് അനീഷ് സമൂഹമാധ്യമത്തിലൂടെ അറിയിക്കുകയായിരുന്നു. ഒപ്പം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷന് മുൻപിൽ നിൽക്കുന്ന ഫോട്ടോകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ചില ഐഡികളിൽ നിന്ന് ഒരു കാരണവുമില്ലാതെയാണ് മോശം സന്ദേശങ്ങൾ വരുന്നതെന്നും സൈബർ ഇടങ്ങളിൽ ചെന്ന് എന്തും എഴുതിയിടാമെന്ന സൈക്കോ മാനസികാവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ അതിന് തക്കതായ മറുപടി കിട്ടുക തന്നെ ചെയ്യുമെന്നും അനീഷ് മുന്നറിയിപ്പ് നൽകുന്നു. ആർക്കെങ്കിലും വേണ്ടിയുള്ള PR വർക്കിന്റെ ഭാഗമാണോ ഇത് എന്നെല്ലാം അറിയേണ്ടിയിരിക്കുന്നു എന്നാണ് അനീഷിന്റെ പ്രതികരണം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. സൈക്കോ മനോഭാവം കൊണ്ടാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടി PR വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായാണോ, ഇനി അതുമല്ലാതെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതൊക്കെ തെളിയേണ്ടിയിരിക്കുന്നു എന്ന് അനീഷ് പറയുന്നു. അനീഷിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സൈബർ ഇടങ്ങളിൽ ചെന്ന് എന്തും എഴുതിയിടാം എന്ന സൈക്കോ മാനസികാവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ അതിന് തക്കതായ മറുപടി കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ആ മറുപടി നിയമവഴികളിലൂടെ ആയിരിക്കും എന്ന് മാത്രം. അതെ, ഞാൻ തുടങ്ങുകയാണ്. ചില ഐഡികളിൽ നിന്ന് തുടർച്ചയായി ഒരു കാരണവുമില്ലാതെ മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നു. അത്തരത്തിലുള്ള പ്രൊഫൈലുകളെ കണ്ടുപിടിച്ച് നിയമവഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. സൈക്കോ മനോഭാവം കൊണ്ടാണോ അതോ മറ്റാർക്കെങ്കിലും വേണ്ടി PR വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായാണോ, ഇനി അതുമല്ലാതെ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ എന്നതൊക്കെ തെളിയേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ. ഇതാണ് കുറിപ്പ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ വിയോഗത്തിൽ അനീഷ് പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധ നേടിയിരുന്നു. ബിഗ് ബോസ് മലയാളത്തിന്റെ പ്രധാന സ്പോൺസർ കൂടിയായ CJ റോയ് അനീഷിന് ധാരാളം സമ്മാനങ്ങൾ നൽകിയിരുന്നു. നേരത്തെ കഠിനമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുകയായിരുന്നു ഞാനപ്പോൾ. എന്തേ നിനക്ക് കിട്ടിയില്ലെന്ന് ഞാൻ അറിയുന്ന ഭൂരിഭാഗവും എന്നോട് വിലപിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. സത്യമായിട്ടും അറിയില്ലായിരുന്നു. അത് കേൾക്കുമ്പോഴുള്ള വേദന എന്നിൽ തന്നെ കുമിഞ്ഞു കൂടുമ്പോൾ മാനസിക ആരോഗ്യം തകരാതിരിക്കാൻ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പോകവേ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് വളരെ സർപ്രൈസായി എന്നെ ചേർത്ത് പിടിച്ച ആളായിരുന്നു റോയി സാർ. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നുണ്ട്. ആ സ്നേഹത്തിന് മുന്നിൽ നിന്നതും മറക്കാനാവുന്നതല്ല. അല്ലെങ്കിലും ഒരു പരിചയവുമില്ലാത്ത എന്നെ പോലെ എത്ര പേരെ സാർ ചേർത്ത് പിടിച്ചിരിക്കും എന്നായിരുന്നു CJ റോയിയുടെ അകാല മരണത്തിൽ അനീഷിന്റെ കുറിപ്പ്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ ആദ്യ ഭാഗം മുതൽ ശ്രദ്ധ നേടിയ അനീഷ് തുടക്കത്തിൽ പ്രേക്ഷകരെ വെറുപ്പിച്ചെങ്കിലും പിന്നീട് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുകയായിരുന്നു. ഈ സീസണിലെ വിന്നറും സീരിയൽ നടി കൂടിയായ അനുമോളോട് അനീഷ് വിവാഹാഭ്യർത്ഥന നടത്തിയത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അനുമോൾ അത് ആ ക്ഷണം തന്നെ തിരസ്കരിക്കുകയും ചെയ്തിരുന്നു. ഷോയ്ക്ക് ശേഷം ഇത്തരം സംഭവങ്ങളെക്കുറിച്ചൊന്നും ഇരുവരും അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടുമില്ല.